ഹരിയുടെ വിവാഹ ദിവസം. ദക്ഷിണ കൊടുത്ത് വിവാഹവേദിയിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്ന ഹരിയും വീട്ടുകാരും. സുപ്രിയയുടെ വീട്ടിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. ആരും അറിയാതെ രഹസ്യങ്ങൾ അടങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സുപ്രിയ ബാഗിൽ വെക്കുന്നു. ഹരിയുടെ വിവാഹത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന ഉദയനും നന്ദനയും. CI സജികുമാർ വിളിച്ച് ഉദയനോട് തന്നെ എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ ആവശ്യപ്പെടുന്നു. ഹരിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഉദയനും നന്ദനയ്ക്കും വിഷമം. ഹരിയുടെയും സുപ്രിയയുടെയും വിവാഹം നടക്കുന്നു. നന്ദനയുമായുള്ള പഴയ ഓർമ്മകളുമായി ഹരിപ്രസാദ്. വലതുകാൽ വെച്ച് ഹരിയുടെ വീട്ടിൽ കയറുന്ന സുപ്രിയ. ഹരിയുടെ വീട് കണ്ട് സുപ്രിയയിൽ അതൃപ്തി. ഇനി തുടർന്ന് കാണുക. വീട്ടില് വിളിച്ചിട്ട് എന്തു പറയുന്നു അച്ഛനും അമ്മയും? അവര് നല്ല ഹാപ്പിയാ. ജലജിക്കുന്ന സന്തോഷവും വിഷമവും ഉള്ള ദിവസമായിരിക്കും. മോളുടെ കല്യാണം ഭംഗിയായി നടന്നതിന്റെയാണ് സന്തോഷം. വളർത്തി ഇത്രയും നാള് കൂടെ നിർത്തിയ മോള് മറ്റൊരിടത്തേക്ക് പോയല്ലോ എന്ന് ഓർക്കുമ്പോ വിഷമിക്കുകയും ചെയ്യും. സുപ്രിയയ്ക്കൊരു ആങ്ങളയുണ്ടായിരുന്നെങ്കിൽ ആ കുറവ് പരിഹരിക്കായിരുന്നു. അയാള് കല്യാണം കഴിക്കുമ്പോ മകൾക്കു പകരം ഒരു മരുമോള് വീട്ടിൽ വന്ന് കേറൂല്ലോ. ആ, ഹരിപ്രസാദ് എന്തു പറയുന്നു? അമ്മയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അവനെ ആകെ ഒന്ന് മാറ്റിയെടുക്കണം. മോള് മനസ്സ് വെച്ചാ നടക്കും. മാറ്റിയെടുക്കാന്ന് വെച്ചാ? ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അവന്റെ ഈ പ്രകൃതത്തിന്റെ കാര്യമാ. കുഞ്ഞുനാളിലെ ഇങ്ങനെ മോൾക്ക് കേൾക്കണോ? 10ാം ക്ലാസ് കഴിയുന്നത് വരെ എന്റെ അച്ഛന്റെയും കൂടെയായിരുന്നു അവന്റെ ഉറക്കം. പഠിക്കാനിരുന്നാ പിന്നെ പഠിപ്പോട് പഠിപ്പ്. ഉറങ്ങാൻ തുടങ്ങിയ ഉറക്കം തന്നെ. ഫുഡ് കഴിക്കാൻ തുടങ്ങിയാലും അങ്ങനെ തന്നെയാണോ? ആ, മോക്ക് തമാശ പറയാനും അറിയാലോ. ചാപ്പാടിന്റെ കാര്യത്തിൽ അവൻ പുറകോട്ടാ. ഇന്നത് വേണമെന്നൊന്നുമില്ല, ഉള്ളത് പക്ഷെ രുചിയായിരിക്കണം. അപ്പോഴേ മണവാട്ടിയുടെ കയ്യില് പാൽ ഗ്ലാസ് തന്ന് മണിയറയിലേക്ക് പറഞ്ഞയക്കാൻ ഇവിടെ നാത്തൂനൊന്നുമില്ല. എനിക്കൊരു ശത്രു കുറഞ്ഞു കിട്ടി. മുറിയിലേക്ക് ചെല്ലേ. പ്രഭാകര, ഞാൻ പ്രതീക്ഷിച്ച ഒരാള് കല്യാണത്തിന് വന്നില്ല. സുമിത്ര. രേണുകയ്ക്ക് പുറമെ ഞാനും പനയ്ക്ക് ചെന്ന് പ്രത്യേകം ക്ഷണിച്ചതാ. പനയ്ക്കൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. ആ ചെറുക്കനെ പിന്നെയും പോലീസ് പിടിച്ചതായിരിക്കും. ഞാനും പ്രതീക്ഷിച്ച ഒരാള് കല്യാണത്തിന് വന്നില്ല. അതാരാ? സതിയമ്മ. അതിന്റെ കാരണം വ്യക്തമല്ലേ? ആ സജീവ് ഇത്രയും വലിയ കോടാലിയാണെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? അറസ്റ്റ് വാർത്ത പത്രങ്ങളിലും ടിവിയിലും വന്നില്ലേ? സതിയമ്മയുടെ കാര്യം കഷ്ടമാണ്. ഒരു കണക്കിന് നമ്മൾ ആശ്വസിക്കാ വേണ്ടത്. ആ കുടുംബത്തിൽ നിന്ന് ഹരിപ്രസാദിന് കല്യാണം ആലോചിച്ചതല്ലേ? ഉറപ്പിന്റെ വക്കുവരെ എത്തിയിട്ട് അത് മാറിപ്പോയി. ആ കെട്ട് നടന്നിരുന്നെങ്കിലോ ക്രിമിനൽ പുള്ളിയുടെ അളിയൻ എന്നുള്ള പേരുദോഷം കിട്ടുമായിരുന്നു നമ്മുടെ പയ്യന്. ഹരിപ്രസാദിനും ശ്രുതിക്കും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. ശ്രുതിയുടെ കാര്യം പറയായിരുന്നേ. പാട്ടിന്റെ ശ്രുതിയുടെ നല്ല ശ്രുതിയുള്ള പാട്ടിനോട് ഹരിക്ക് വലിയ കമ്പോ ആണോ? എന്ത് പണിയായി കാണിച്ചത്? അങ്ങനെ അത് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റ്? ആ കുട്ടിക്ക് വല്ല സംശയം തോന്നിയിരുന്നെങ്കിലോ? ഇല്ല പ്രഭാകര, ഞാൻ വീണെടുത്ത് കിടന്ന് അങ്ങ് ഉരുണ്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തില്ലേ. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശോഭകേടാ. സുപ്രിയ പാൽ ഗ്ലാസുമായി പോയത് മണിയറയിലേക്കാ. പിന്നെ രേണുകോട് പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. നടയടച്ചേക്ക്.
ഹരിയേ, എന്താടാ ഇത്? എന്താ മാവ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേന്ന്? ഞാൻ സ്ഥിരം ഇവിടെ ഇരിക്കാറുണ്ടല്ലോ, നല്ല കാറ്റുമുണ്ട്. അയ്യടാ, കാറ്റുകൊണ്ടിരിക്കാൻ പറ്റിയൊരു സമയേ. ഡാ, അകത്തെ നിനക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്ന കാര്യം നീ അങ്ങ് മറന്നുപോയോ? കാത്തിരിക്കുന്ന എന്തിനാ? ഞാൻ അകലെയൊന്നും പോയില്ലല്ലോ. ഓ, ന്യായമൊന്നും പറയണ്ട. ഹരിപ്രസാദിന്റെ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഈ ഇരിപ്പ് ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. ഇനി നീ തനിച്ചല്ല, ജീവിതത്തിലുടനീളം കൂട്ടായി സുപ്രിയയുണ്ട്. അതിനാ ഞങ്ങള് നിനക്ക് ആ കുട്ടിയെ കെട്ടിച്ചു തന്നത്. മനസ്സിലായോ? ചെല് ചെല് ചെല്. ഫസ്റ്റ് നൈറ്റ് ആയിട്ട് സ്റ്റെപ്പണ്ണി ഇരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മുറിക്കകത്ത് നിന്നും പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ. ആ അമ്മാവന്റെ അനന്തരവനാണെന്നുള്ള ഓർമ്മ വേണം നിനക്ക്, കേട്ടോ? ചെല്ല് 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 ചെല്ല്. അല്ലേ സ്റ്റെപ്പണ്ണിയിരിക്കുന്നു. നല്ലൊരു സമയം അവന്റെ ഒരു അത് കുടിക്കാനുള്ളതാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പാല്, അതും രാത്രിയില്. സുപ്രിയ കുടിച്ചോളൂ. ഇക്കാര്യത്തിൽ നമ്മൾ ഒരേ അഭിപ്രായക്കാരാണല്ലോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പാല്. കോഫി ആണെങ്കിൽ ഓക്കെ, അതിലും ബ്ലാക്ക് കോഫിയാണ് ഫേവറേറ്റ്. അമ്മ എനിക്ക് പണ്ട് ബ്ലാക്ക് കോഫി തരില്ലായിരുന്നു. കട്ടൻ കാപ്പി കുടിച്ചാ കറുത്തു പോകും പോലും. ഹരിയുടെ കുട്ടിക്കാലത്തെ വിശേഷങ്ങൾ അമ്മ പറഞ്ഞു. അച്ഛന്റെ അമ്മയുടെയും പെറ്റായിരുന്നല്ലേ? ഹരിയെ നന്നായിട്ട് നോക്കിക്കൊള്ളണമെന്നാണ് അമ്മയുടെ റിക്വസ്റ്റ്. നല്ലപോലെ ഫുഡ് കഴിപ്പിക്കണം, റോഡിൽ ഇറങ്ങി പോവാതെ സൂക്ഷിക്കണം, എവിടെയെങ്കിലും പോയാ റോഡിന്റെ സൈഡിലൂടെ നടത്തിക്കണം. അങ്ങനെ പലതാണ് നിബന്ധനകൾ. സുപ്രിയക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. താങ്ക് യു. എല്ലാം ഹ്യൂമറസ് ആയി കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോ പറ്റില്ല. ഇവിടെ ആദ്യമായിട്ട് വരികയല്ലേ, എങ്ങനെ ഫീൽ ചെയ്യുന്നു? എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും ശുദ്ധ നാട്ടുംപുറം. പിന്നെ പഴയ വീട്, പഴയ ആളുകൾ. കൊള്ളാം. സുപ്രിയയുടെ പാരന്റ്സിനെ പോലെ ലോകപരിചയമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും. അച്ഛന് ജോലി പോസ്റ്റ് ഓഫീസിലായിരുന്നോണ്ട് കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഈ വീടും ഈ നാടുമാണ് അമ്മയുടെ ലോകം. നമുക്കൊരു ഫാമിലി ടൂർ അറേഞ്ച് ചെയ്യണം. ഈ ബാഗും ഡ്രസ്സും ഒക്കെ അവിടെ വെക്കാൻ സൗകര്യമുണ്ട്. ഹരിയുടെ മറ്റ് ഡ്രസ്സുകൾ എവിടെ? മറ്റു ഡ്രസ് എന്താ, ഷർട്ടും മുണ്ടുമാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. പാൻസും ജീൻസും ഒക്കെ? ജീൻസോ? ആ, മുണ്ടാണ് എൻ്റെ സ്ഥിരം വേഷം. അതാണ് ഇഷ്ടവും. കോളേജിൽ പഠിക്കുമ്പോഴും അതങ്ങനെയായിരുന്നു. ഒരു ചെറിയ ചേഞ്ച് ഒക്കെ ആവാം. ഡ്രസ് കോഡിന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉദ്ദേശിക്കുന്നില്ല. ഉറങ്ങാൻ സമയമായോ? ലേറ്റായിട്ട് കിടക്കുന്നതാണ് ശീലം. ഇന്ന് പക്ഷേ നല്ല ക്ഷീണം. രാവിലെ മുതൽ തിരക്കായിരുന്നില്ലേ? എന്നാ കിടന്നോളൂ.
ഗുഡ് നൈറ്റ്. സുപ്രിയ, ആ, എന്താ ഹരി? ഒന്നുമില്ല, ഉറങ്ങിക്കോളൂ. ബൈ. കല്യാണം കഴിഞ്ഞിട്ടും കണക്കൂട്ടില് തീർന്നില്ലേ? 2 ആഴ്ചയായിട്ട് ഇത് തന്നെയാ പണി. ബഡ്ജറ്റ് ഉണ്ടാക്കാൻ മന്ത്രിമാര് പോലും ഇത്ര ഓർക്കൊഴിയില്ല. കണക്ക് കൂട്ടിയത് മതിയെന്നേ. ഇന്ന് എന്റെ കണക്കൂട്ടലുകൾ വിജയിച്ച ദിവസമാ. ഉറക്കൊഴിഞ്ഞാലും വേണ്ടില്ല. മോന്റെ കല്യാണമാണെന്ന് ബ്ലഡ് പ്രഷറിന് അറിയില്ല. അതുകൊണ്ട് ഉറക്കം കളയണ്ട. ആ രേണുകേ, നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? നന്നായിരുന്നു. സദ്യയോ? ആരും കുറ്റം പറഞ്ഞില്ല. സാധാരണ നമ്മുടെ നായന്മാരുടെ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ പരാതികൾ കേൾക്കുന്നതാ. പ്രഥമന് ഉപ്പ് കുറവായിരുന്നു എന്ന് വരെ പറയുന്നവരുണ്ട്. മുളേരി പായസമാണ് അസലായത്. ഓ, എങ്ങനെ നോക്കിയാലും സമംഗളം ചടങ്ങുകൾ നടന്നു എന്ന് പറയാം. എന്റെ ഏറ്റവും വലിയ ആശ്വാസം നന്ദന വന്നില്ല എന്നുള്ളതാ. വരരുതേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഹരിയുടെ കല്യാണപ്പന്തലി നന്ദന വന്നാ അത് ശരിയാവില്ല. പ്രത്യേകിച്ച് സുപ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും ചില സൂചനകൾ കിട്ടിയ നിലയ്ക്ക്. എന്റെ മനസ്സിലും അത്തരം ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. നന്ദനയും ഭർത്താവും എന്തായാലും വന്നില്ലല്ലോ. ഈശ്വരന്മാർ നമ്മളുടെ കൂടെ ഉണ്ട് രേണുകേ. എത്രയോ കാലമായി നമ്മൾ കണ്ട സ്വപ്നം സഫലമായില്ലേ? ഗൃഹപ്രവേശത്തിനായി സുപ്രിയയുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചില്ലേ? എന്റെ കണ്ണ് നിറഞ്ഞുപോയി ചേട്ടാ. സത്യം പറയാലോ, ഞാനും അതൊന്നും കണ്ടില്ല. അതെന്താ? അന്നേരം ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടി, എന്റെ കണ്ണ് നിറഞ്ഞെന്ന് കണ്ണീരിന്റെ മങ്ങൽ കൊണ്ടാണ് കാണാതെ പോയത്. ആ പിന്നെ ഐശ്വര്യമുള്ള കുട്ടിയാണ് സുപ്രിയ. ആ ഐശ്വര്യമാണ് ഇനി നമ്മുടെ വീടിന്റെ വെളിച്ചം. പിന്നെ ഹരിയെ മോള് പേര് വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ആ, ഹരിയെന്ന സുപ്രിയ വിളിക്കുന്നത്. ആ വിളി എനിക്ക് അങ്ങോട്ട് ഓക്കെ ആകുന്നില്ല. ഭാര്യ ഭർത്താവിന് പേര് വിളിക്കാന്നൊക്കെ വെച്ചാ അവര് ന്യൂ ജനറേഷൻ അല്ലേ. ഇപ്പൊ അതാ ഫാഷൻ. പടിയിറ്റലെ വത്സലയുടെ മോൻ ഈയിടെ കല്യാണം കഴിച്ചില്ലേ? ഭാര്യയും ഭർത്താവും പരസ്പരം വിളിക്കുന്നത് എന്താന്നറിയാമോ? എടാന്ന്. അത് ശരി. അത് കേട്ടിട്ട് നാളെ നീ എന്നെ എടാ പ്രഭാരാന്ന് വിളിക്കൂ രേണുകേ. ഞാൻ പ്രഭാകരക്കുറുപ്പ് അദ്ദേഹം എന്ന് വിളിച്ചാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടി, കൊച്ചു വർത്തമാനം പറഞ്ഞിരുന്നാ മതിയോ? ഇന്നലെയും വൃത്തിയായിട്ട് ഉറങ്ങിയില്ല. കിടക്കണ്ടേ? ശരിയാ, നാളെ നേരത്തെ എഴുന്നേക്കണം. അയ്യോ, സുപ്രിയ ഉണ്ടിരുന്ന സമയം എപ്പോഴാന്ന് ചോദിച്ചില്ല. എടിയേ, നാളെ നേരത്തെ ആ കൊച്ചിന് ഉണരേണ്ടി വരില്ല. അതെന്താ? ഇന്ന് ഉറങ്ങിയെങ്കിലല്ലേ നാളെ ഉണരേണ്ടി വരൂ. എടി, ഇന്ന് അവരുടെ ആദ്യ രാത്രിയല്ലേ? കിടന്നുറങ്ങിയട്ടെ. ഒരു കണ്ടുപിടുത്തക്കാരൻ വന്നിരിക്കുന്നു. ഞാൻ പറയും. പോയി കിടന്നുറങ്ങും മനുഷ്യ. അയ്യോ അമ്മേ, അയ്യോ, എന്താടി? അത് ഹരിയുടെ മുറിയുന്ന. എന്തു പറ്റിയത്?
സുപ്രിയയുടെ ശബ്ദമില്ലേ കേട്ടത്? നീ ഒന്ന് ചെന്ന് നോക്കി. ഞാൻ തനിച്ചോ? ചേട്ടനും വാ. അയ്യോ, വിളിക്ക്. ഹരി, മോനെ ഹരി, എടാ വാതിൽ തുറക്ക്. ഹരി, മോനെ വാതിൽ തുറക്കടാ. എന്തു പറ്റി? എന്താടാ ഹരി, സുപ്രിയയുടെ കരച്ചില് കേട്ടല്ലോ. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. വന്നേ, നമുക്ക് എന്താന്ന് ചോദിക്കാം. സുപ്രിയേ, എന്തു പറ്റി മോളെ? എന്തായാലും പറ മോളെ. ആരോ ഉണ്ട്. എവിടെ? മുകളിൽ ആരോ കയറിയിരിപ്പുണ്ട്. മച്ചന്റെ മോളിലോ? ആ സുപ്രിയക്ക് തോന്നിയതാ. അല്ല, ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു. ആരോ ഓടുന്ന ശബ്ദമാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത്? അത് മനുഷ്യരാരും അല്ല, മരപ്പെട്ടിയാ. പേടിക്കണ്ട മോളെ, മരപ്പെട്ടി ഉണ്ട് മച്ചിന്റെ മോളില്. മരപ്പെട്ടി? വാട്ട് ഇസ് ദാറ്റ്? അതൊരു ജീവിയാ. എത്ര ദിവസമായി ഞാൻ പറയുന്നു മരപ്പെട്ടി ഓടിക്കണമെന്ന്. സാരമില്ല മോളെ, പേടിക്കാനൊന്നുമില്ല. എനിക്ക് പേടിയാ ഹരി. ഞാനിപ്പോ വരാമേ. മരപ്പെട്ടി ഒന്നും ചെയ്യില്ല മോളെ. പൂച്ചയെ പോലെ ഒരു ജീവിന്നേ ഉള്ളൂ. എന്തായാലും നാളെ ആവട്ടെ. എല്ലാത്തിനും ഓടിച്ചു തന്നെ കാര്യം. എന്താ? ഭസ്മം പേടി തട്ടിയിട്ടുണ്ടെങ്കിൽ മാറട്ടെ. ഇനി പേടിക്കാനൊന്നുമില്ല, കിടന്നോളൂ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? വാ പോകാം. പോട്ടെ. ദാ. ലൈറ്റ് കിടന്നോട്ടെ അല്ലേ? വേണ്ട, ഓഫാക്ക്. നോൺസെൻസ്. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല.
ചായ